السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله. صلى الله على سيدنا محمد وعلى آله وأصحابه وأتباعه أجمعين. قد مات قوم وما مات فضائلهم وعاش قوم وهم في الناس أموات. فاعلموا أمة سيدنا محمد صلى الله عليه وسلم. സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, ഏറ്റവും പ്രിയപ്പെട്ട വിധികർത്താക്കളെ, അള്ളാഹു നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. ദൂർത്തിൽ നന്മയില്ല, നന്മയിൽ ദൂർത്തും എന്ന ശീർഷകമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. നിസ്തുലവും ആത്മാർത്ഥവുമായ നന്മകൾ എത്ര അധികരിച്ചാലും ജഗനിയന്താവായ അള്ളാഹുവിലേക്കുള്ള അടുപ്പത്തെ മാത്രമേ അത് വർദ്ധിപ്പിക്കുന്നുള്ളൂ. നന്മകൾ എത്ര ചെയ്താലും ദൂർത്തായി പരിഗണിക്കുന്നതേയില്ല. അതുകൊണ്ടാണ് സ്വർഗത്തിൽ നാളെ എത്തിയാൽ പോലും ഒരാൾക്ക് ദുഃഖം ബാക്കി നിൽക്കുന്നത് ദുനിയാവിൽ അള്ളാഹുവിനെ ഓർത്ത് ദിക്ർ ചെയ്യാതെ പോയ സമയങ്ങളെ ആലോചിച്ചായിരിക്കും. നോക്കൂ നിങ്ങൾ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا. മുൻകൂട്ടി വല്ല നന്മയും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് വളരെ പ്രശംസനീയവും പ്രതിഫലവും അർഹിക്കുന്ന കാര്യമാകുന്നു അല്ലാഹുവിങ്കൽ. അതുകൊണ്ട് ദൂർത്ത് എത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ബറക്കത്തുണ്ടാവുകയില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരിക്കൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് ദൂർത്തിനെ വിശദീകരിച്ചു തന്നു. അത് ഇങ്ങനെയാണ്: ഇൻഫാഖുൽ മാലി ഫീ ഗൈരി ഹഖ്ഖിഹി ഫഹുവ ഇസ്റാഫ്. അള്ളാഹു തന്ന സമ്പത്തിനെ ക്രയവിക്രയം ചെയ്യുന്ന സ്ഥലത്ത് അതിനെ യഥാവിധി ചെലവഴിക്കാതിരിക്കലാണ് ദൂർത്ത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈത്താൻ നടത്തിയ പ്രഖ്യാപനം വളരെ പ്രസിദ്ധമാണ്. ഇന്നി ലഉവിയന്നകും അജ്മഈൻ. തീർച്ചയായും ഞാൻ നിങ്ങളെ നശിപ്പിക്കുക തന്നെ ചെയ്യും. ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. സജ്ജനങ്ങളായ ആളുകൾ ഒഴികെ. ദൂർത്തിൽ അഭിരമിക്കുന്ന, ദൂർത്ത് തലക്ക പിടിച്ച് സ്വസ്ഥതയില്ലാതെ ജീവിതം മുന്നോട്ട് നയിച്ച് ദുഷിച്ച എല്ലാ ചിന്തകളെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നവരെ അള്ളാഹു അവന്റെ ഖുർആനിലൂടെ പറയുന്നു, വകുലൂ വസ്റഫ് വസ്രിഫ് വലാ തുസ്രിഫൂ വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. നിങ്ങൾ അന്നപാതികങ്ങൾ കഴിക്കുകയും ദുർവ്യം ത്യജിക്കുകയും ചെയ്യുക. ഷാഫി ഇമാമിന്റെ വാക്കുകൾ എത്ര അന്വർത്ഥമാണ്. ഖദ് മാത ഖൗമും വമാ മാത ഫളായിലുഹും വആശ ഖൗമും വഹും ഫിന്നാസി അംവാതു. ചില ആളുകളുണ്ട്, അവർ ജീവിച്ചിരിക്കുന്നെങ്കിലും മരണമടഞ്ഞവരെ പോലെയാണ്. എന്നാൽ മറ്റു ചില ആളുകൾ അവർ ഈ ഭൂമിയിൽ മരണമടഞ്ഞെങ്കിലും സുത്തിർഹമായി അവരുടെ നന്മകൾ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂർത്തില്ലാതെ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.